വേദിയിലിരിക്കുന്ന ഈ പ്രവർത്തക കൺവെൻഷൻ്റെയും ഷഫീർ അനുസ്മരണത്തിൻ്റെയും അധ്യക്ഷൻ, പാർട്ടിയുടെ മണ്ണാർക്കാട് മുനിസിപ്പൽ പ്രസിഡന്റ് കെ സി അബ്ദുറഹ്മാൻ സാഹിബ്, ഈ യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് ഞങ്ങൾക്കുള്ള മെമ്പർഷിപ്പ് തന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും അതോടൊപ്പം മണ്ണാർക്കാടിൻ്റെ ബഹുമാന്യനായ MLA കൂടിയായ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ, ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തിയ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗവും മണ്ണാർക്കാടിൻ്റെ ബഹുമാന്യനായ ചെയർമാൻ കൂടിയായ ഫായിദ ബഷീർ സാഹിബ്, അതോടൊപ്പം വേദിയിൽ ഒരു നീണ്ട നിര തന്നെ ഇരിക്കുന്നുണ്ട്. ഈ വൈകിയ വേളയിൽ ഈ വേദിയിലിരിക്കുന്ന നേതൃത്വങ്ങൾ, എൻ്റെ മുന്നിലിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും കർമ്മധീരരായ പ്രവർത്തകരെ, വൈകാരികമായി പ്രവർത്തിച്ചിരുന്ന ഒരു ലോകത്ത് നിന്ന് വൈകാരികമായി ചിന്തിച്ചിരുന്ന ഒരു ലോകത്ത് നിന്നും വൈകാരികമായി ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ പന്ഥാവിൽ നിന്ന് 76 വർഷക്കാലമായി സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ പ്രായോഗിക രാഷ്ട്രീയം എന്തെന്ന് പ്രവർത്തന മണ്ഡലത്തിൽ കാണിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, മണ്ണാർക്കാട്ടെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നേതൃകാര്യം കൊണ്ടോ പ്രവർത്തകരുടെ കുറവോ കൊണ്ടല്ല എന്നെ കൂടി ഈ പാന്താവിലേക്ക് ചേർത്ത് പിടിക്കാൻ അവർ തീരുമാനമെടുക്കുമെന്നുള്ള ഉദ്യമബോധ്യത്തോടെ തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നത്. കഴിഞ്ഞകാല എൻ്റെ രാഷ്ട്രീയ ചരിത്രം ചികഞ്ഞു പോവാതെ സ്നേഹത്തോടുകൂടി എന്നെ കൂടി ഒരു സാധാരണ പ്രവർത്തകൻ്റെ എതിർപ്പ് പോലുമില്ലാതെ മുസ്ലിം ലീഗിൻ്റെ ഭാഗമായിക്കൊണ്ട് എന്നെ കൂടി ചേർക്കാൻ തീരുമാനമെടുത്ത മണ്ണാർക്കാട് മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും നേതൃത്വങ്ങൾക്കും പ്രവർത്തകർക്കും 1000 ഹരിതാഭിവാദ്യങ്ങൾ നേരുകയാണ്. ഏറെ വൈകിയ സമയമാണെങ്കിൽ കൂടി ഇൻഷാ അല്ലാഹ് 10 മിനിറ്റിനകം ഞാൻ അവസാനിപ്പിക്കാം. 2 പ്രസക്തമായ ചോദ്യങ്ങളാണ് എൻ്റെ പൊതുസമൂഹത്തോടും എന്നെ സ്വീകരിച്ച മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും നേതൃത്വങ്ങളോടും പ്രവർത്തകരോടും എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഒന്ന്, നീണ്ട 8 വർഷക്കാലമായി കൊണ്ട് രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി പണിയെടുത്തിട്ട് ഒരു വേള എന്തുകൊണ്ട് ആ പ്രസ്ഥാനത്തെ ഉപേക്ഷിച്ചു എന്ന പ്രസക്തമായ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ജനാധിപത്യ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് ദേശീയ പദവികളുള്ള 6 പാർട്ടികളുള്ള ഈ രാജ്യത്ത് 56-ലധികം സംസ്ഥാന പദവികളുള്ള ഇന്ത്യയുടെ ജനാധിപത്യ ഭൂമിയിൽ 2700-ലധികം അൺറെക്കഗ്നൈസ്ഡ് പാർട്ടീസ് ഉള്ള, അങ്ങനെ ഏകദേശം 3000-ലധികം പാർട്ടികളുള്ള ഇന്ത്യയുടെ ജനാധിപത്യ ഭൂമിയിൽ എന്തുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ തെരഞ്ഞെടുത്തു എന്ന പ്രസക്തമായ രണ്ടാമത്തെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യത്തിന് കൃത്യമായി കൊണ്ട് ആ പാർട്ടിയിൽ നിന്നും രാജിവെക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രാദേശിക പത്രമാധ്യമങ്ങളിലൂടെയും വ്യക്തമാക്കിയ കാരണമാണ്. ഒന്ന്, എൻ്റെ വ്യക്തിപരമായ ഞാൻ നേർസാക്ഷ്യം വഹിച്ച എൻ്റെ പ്രവർത്തന കാലയിലുള്ള എൻ്റെ തിക്താനുഭവങ്ങൾ. 2, വൈകാരികതയിൽ നിന്നും പ്രായോഗികതയിലേക്കുള്ള ചുവടുമാറ്റം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പാന്താവെന്നും ആരാണിതിൻ്റെ നേതൃത്വങ്ങളെന്നും ആരാണിതിൻ്റെ ഭൂതകാല നേതൃത്വങ്ങളെന്നും അവരുടെ നിലപാടുകൾ എന്താണെന്നും ആരും പറഞ്ഞു തന്നിട്ടല്ല ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നത്. മറിച്ച് പരന്ന വായനയുടെ അടിസ്ഥാനത്തിൽ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷം, ഒരു 2 വർഷം മുന്നേ ഈ പാന്താവിലേക്ക് എന്നെ ക്ഷണിച്ചൊരു വ്യക്തി എൻ്റെ മുന്നിലിരിക്കുന്നുണ്ട്. യൂത്ത് ലീഗിൻ്റെ നമ്മുടെ ഫസൽ. അതോടൊപ്പം ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരണമെന്ന ആഗ്രഹം മനസ്സിൽ തോന്നി തുടങ്ങിയപ്പോൾ 2024 നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞിപ്പാപ്പുതുപ്പള്ളി, ഒരുപക്ഷെ നിങ്ങൾക്കാർക്കും പരിചയമില്ലാത്ത ഒരാളാണെങ്കിലും മുസ്ലിം ലീഗിൻ്റെ ഒരു സാത്വികനായ മനുഷ്യനായാണ് ഞാൻ അദ്ദേഹത്തെ കണക്കാക്കുന്നത്.
ഈ പാർട്ടി വിടാനുണ്ടായ കാരണം ഞാൻ ഈ പുറം ലോകത്തേക്ക് പറഞ്ഞ സമയത്ത് സൈബർ ലോകത്തിൻ്റെ ഒരു വലിയ ആക്രമണമാണ് എനിക്ക് ഏൽക്കേണ്ടി വന്നത്. പക്ഷേ അപ്പോഴും ഞാൻ വന്ന പാത ശരിയാണെന്നും അതേതോടൊപ്പം നിൽക്കേണ്ടവർക്ക് നിൽക്കാം, പോകേണ്ടവർക്ക് പോകാമെന്ന പ്രഥമ ചെയർമാൻ്റെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്നെ ആക്രമിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ അപ്പോഴും ഞാൻ അവരോട് പറഞ്ഞത്, നിൽക്കേണ്ടിടത്താണ് നിങ്ങൾ നിൽക്കുന്നതെന്നും പോകേണ്ടിടത്തേക്കാണ് തന്നെയാണ് സമീർ ചൊവ്വേരി പോകുന്നതുമെന്ന കൃത്യമായ മറുപടിയാണ് ഞാൻ അവർക്ക് നൽകിയത്. വൈകാരികമായി പ്രസംഗിച്ചിട്ടുണ്ട്, വൈകാരികമായി ഇടപെട്ടിട്ടുണ്ട്, വൈകാരികമായി ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാനിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ കായികവില്യത്തിനെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്, CD സാഹിബിനെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്, CH മുഹമ്മദ് കോയ സാഹിബ് ഈ രാജ്യത്ത് നടത്തിയ, കേരളക്കരയിൽ നടത്തിയ വിപ്ലവകരമായ മാറ്റങ്ങളെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്. തീർന്നില്ല, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അമരത്തിരിക്കുന്ന സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പാതയെക്കുറിച്ചും പഠിച്ചിട്ട് തന്നെയാണ് ഇന്ന് ഈ വേദിയിൽ ഞാൻ നിലനിൽക്കുന്നത്. അതുകൊണ്ട് എന്നെ ആക്രമിക്കാൻ വേണ്ടി വട്ടമിട്ടിരിക്കുന്ന സൈബർ പോരാളികളോട് ഒരു മിനിറ്റ് സമ്മതിക്കാൻ എനിക്ക് നിങ്ങളുടെ അവസരം തരണം. STP എന്ന പ്രസ്ഥാനത്തിൽ ഞാൻ നിൽക്കുമ്പോൾ നൂറുകണക്കിന് തിക്താനുഭവങ്ങളിൽ ഒരു അനുഭവം മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലെ സഹയാത്രികർ പോലും കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് വിമർശനങ്ങൾ ഉന്നയിച്ച സമയത്ത് പാർട്ടിയുടെ പല വേദികളിലായിക്കൊണ്ട് ആഭ്യന്തര വകുപ്പിനെ കൊണ്ടുപോയി സംഘപരിവാറിന് പണയം വെച്ച ആ ഒരു സംഭവത്തെക്കുറിച്ച് വിമർശന വിധേയമായി കൊണ്ട് പിണറായി വിജയനെ കുറിച്ച് താമര വിജയൻ എന്ന ആ ഒരു പദം എൻ്റെ നാവിൻ തുമ്പിലൂടെ വന്നപ്പോൾ 8 വർഷവും 3 മാസത്തെ കൂട്ടിക്കൊടുപ്പിന്റെ പണി ഇനിയും സഖാവ് പിണറായി വിജയൻ അതല്ലെങ്കിൽ താമര വിജയൻ, സഖാവ് പിണറായി വിജയൻ അതല്ലെങ്കിൽ താമര വിജയൻ ഇനിയും നിർത്തിയിട്ടില്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണയായി ഞാൻ വിചാരിച്ചത് പിണറായി വിജയന് വേണ്ടി ഇൻകിലാബ് വിളിച്ചവർക്കായിരിക്കും അത് കൊള്ളുക എന്നുള്ളതാണ്. പക്ഷേ അത് കൊണ്ടത് SDPയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റിനായിരുന്നു. ഉടനടി യോഗം കൂടിക്കൊണ്ട് അന്നത്തെ ജില്ലാ ജനറൽ സെക്രട്ടറി എന്നെ വിളിച്ച് നേരിട്ട് കണ്ടുകൊണ്ട് പറഞ്ഞു, അത്തരം പദപ്രയോഗങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന്. കാരണം പറഞ്ഞത് അതൊരു രാഷ്ട്രീയ മര്യാദയല്ല, അതൊരു രാഷ്ട്രീയ മാന്യതയല്ല, അതൊരു രാഷ്ട്രീയ പക്വതയല്ല. പക്ഷേ ആ സമയത്ത് ഞാൻ ഉയർത്തിയൊരു ചോദ്യമുണ്ട്, അതല്ലെങ്കിൽ ആ ചോദ്യം ഇന്നും ഞാൻ ഉയർത്താൻ ആഗ്രഹിക്കുന്നു. ഇതുപോലെയുള്ള ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. 2024 ഡിസംബറിൽ മലപ്പുറത്ത് ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ SDPയുടെ ഇന്നും സംസ്ഥാന കമ്മിറ്റിയിൽ അംഗമായ VT ഇക്രാമുൽ ഹഖ് അദ്ദേഹം സാദിഖ് അലി തങ്ങളെ ഉപമിച്ചത് ആരോടാ? ഇന്നും യൂട്യൂബുകളിൽ തെരഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനത് ലീഗിന് മാത്രം പരിമിതപ്പെടുത്തുന്നത് മറ്റുള്ള കാര്യങ്ങളെ കൂടെ സംസാരിച്ചു. ഞാൻ സാദിഖ് അലി ശിഹാബ് തങ്ങളോട് 1-2 കാര്യങ്ങൾ ഇങ്ങനെല്ലാം സൂചിപ്പിക്കാൻ പറ്റും. കാരണം അവരുടെ മുന്നിലൊക്കെ പോയാൽ നമുക്ക് കുരുത്തുകേട് കിട്ടും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയല്ലാതെ വേറെ നിവൃത്തിയില്ല. തങ്ങൾ ഒറ്റ കാര്യം പറയാം, നിങ്ങൾ ഈ മുസ്ലിം സമുദായത്തിൻ്റെ മാർപ്പാപ്പ ചമയാൻ വരരുത്. നിങ്ങൾ മുസ്ലിം ലീഗിൻ്റെ കേരള സംസ്ഥാന പ്രസിഡന്റ് ആണെങ്കിൽ അതിൽ നിൽക്കണം, അതിൽ ഉറച്ചു നിൽക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പോയിക്കാണ് പിന്നെ നിങ്ങൾ സമസ്ത കേരള ഇതിൻ്റെ മുഷാവറുണ്ട്, അതിൻ്റെ പ്രസിഡന്റ് ആവാൻ അവിടെയും കൂടി ശ്രമം നടത്തരുത്. ഇത് വല്ല പ്രചണ്ഡ വേഷ മത്സരത്തിലും പങ്കെടുക്കുന്ന കുട്ടികളമായിരിക്കും. ഒരു മനുഷ്യനെ രാവിലെ കാണുമ്പോൾ തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഞാൻ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റാണ് പത്രക്കാരൻ മുന്നിൽ, വൈകുന്നേരം കാണാൻ വേറെ മാവേലി അയക്കാണ്ട് വേറൊക്കെ എന്തൊക്കെ കോലം കെട്ടിയിട്ട് ഓണപ്പാട്ട്. പിന്നെ കാണാൻ പിറ്റേന്ന് വരുമ്പോൾ കാണാൻ മറ്റേ സൗദി അറേബ്യയിലൊക്കെ മക്കയിലൊക്കെ ഉള്ള ഇമാമികൾ ഇടുന്ന മറ്റേ ആ തോപ്പുണ്ടല്ലോ, ആ മറ്റേ അതിട്ട് കാണാം. പിന്നെ ഞാൻ ഖാദി ഫൗണ്ടേഷൻ്റെ ആളാണ്, അത് വേറെ ദിവസം. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് കാണാം ഞാനിപ്പോൾ റഷ്യയിലുള്ളത്, ആ റഷ്യക്കാരൻ മറ്റേ ആ തൊപ്പിണ്ടല്ലോ വലിയൊരു ആ തൊപ്പി, അതിട്ട് കാണാൻ വ്ളോഗ് ചെയ്തിട്ട് അത് വേറെ. ഈ പറയുന്ന സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് മാവേലിയോട്, മാർപ്പാപ്പയോട്, ഇതൊന്നും പോരാഞ്ഞിട്ട് പ്രച്ഛന്ന വേഷക്കാരനോട് ഞാൻ ചോദിച്ചു, ഈ പറയുന്ന സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളോട് കാണിക്കാത്ത എന്ത് മാന്യതയും എന്ത് ബഹുമാനവുമാണ് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിന് RSSന്റെ ആലയിൽ കൊണ്ടുപോയി പണയം വെച്ച പിണറായി വിജയനെ കൊടുക്കേണ്ടതെന്ന ചോദ്യം.
നൂറുകണക്കിന് ചോദ്യങ്ങളുടെ ഉത്തരം ഇനിയും അവിടെ കിട്ടാതെ ഉത്തരമായി കിടക്കുകയാണ്. പാർട്ടി വേദികളിൽ വെച്ച് മറ്റുള്ള ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കുറിച്ച് പറയാൻ ഞാൻ ഇത് ഉപയോഗിക്കുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ ചേർന്നു എന്ന രണ്ടാമത്തെ പ്രസിദ്ധമായ ചോദ്യം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, വൈകാരികമായി ചിന്തിച്ചവനായിരുന്നു ഞാൻ, വൈകാരികമായി പ്രവർത്തിച്ചവരായിരുന്നു, വൈകാരികമായി ഇടപെട്ട ഒരു ലോകത്തു നിന്നാണ് ഞാൻ വരുന്നത്. അതോടുകൂടി വീണ്ടും സൈബർ ആക്രമണത്തിന്റെ ഒരു കൂരമ്പുകളാണ് വന്നുകൊണ്ടിരുന്നത്. വൈകാരികതയിൽ നിന്നും പ്രായോഗികതയിലേക്ക് മാറുകയാണെന്ന് പറഞ്ഞ ഉടനെ തന്നെ അവർ വിധി എഴുതി SDPI ടു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അപ്പോ പ്രായോഗികതയുടെ പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആണെന്ന ബോധ്യം അവരുടെ മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടെന്ന് അവര് തന്നെ വിധി എഴുതി. എന്താണ് വൈകാരികത എന്ന് ചോദിക്കുമ്പോൾ അവർക്കറിയില്ല. വൈകാരികത എന്താണെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്, എന്താണ് പ്രായോഗികത എന്നും ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയെ പോലെയുള്ള വൈവിധ്യമാർന്ന സമൂഹങ്ങളിൽ ജീവിക്കുന്ന ഒരു രാജ്യത്ത് ബുദ്ധിക്കോ യുക്തിക്കോ ചിന്തയ്ക്കോ നമ്മുടെ ചുറ്റുപാടുകളിലെ യാഥാർത്ഥ്യങ്ങൾക്കോ സാധ്യതകൾക്കോ വില കൽപ്പിക്കാതെ വികാരപരമായി കൊണ്ടൊരു വിഷയത്തെ സമീപിക്കുന്നതിനെയാണ് വൈകാരികത എന്ന് പറയുന്നത്. എന്നാൽ പ്രായോഗികതയോ, ആ ഒരു പ്രായോഗികതയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കണ്ടത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഇല്ലേ, ഈ പറയുന്ന ഇന്ത്യയുടെ ഭരണകൂടം ഭരിച്ചുകൊണ്ടിരുന്ന സംഘപരിവാർ ഭരണകൂടം രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം വർഗീയ വിഷവിത്തുക്കൾ പാകിക്കൊണ്ട് രാജ്യത്തിന്റെ ഭരണഘടനയെ വരെ അട്ടിമറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഈ രാജ്യത്ത് ഉടലെടുത്തപ്പോൾ ഒരു മനുഷ്യൻ അങ്ങ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ രാജ്യത്തെ ജനാധിപത്യ മനസ്സുകളെയും മതേതര മനസ്സുകളെയും തൊട്ടുണർത്തിക്കൊണ്ട് രാജ്യത്തിന്റെ ആത്മാവിനെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി 4080-ലധികം കിലോമീറ്ററുകൾ താണ്ടിക്കൊണ്ട് ഒരു മനുഷ്യൻ നടത്തിയ ഒരു യാത്രയുണ്ട്. ആ യാത്രയുടെ പരിണിതഫലം എന്നോണം ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന സംഘപരിവാർ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാതെ താഴോട്ട് പോയപ്പോൾ ഇന്ത്യയുടെ മതേതര ചേരിയെ നയിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് യോഗ്യനെന്ന് അവരോടൊപ്പം അന്നും ഇന്നും എന്നും നിലകൊണ്ട ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആദർശ രാഷ്ട്രീയമാണ് ഈ രാജ്യത്തിനും സമുദായത്തിനും സമൂഹത്തിനും ഭൂഷണമെന്ന് കാണിച്ചു കൊടുത്ത ആ പ്രായോഗിക രാഷ്ട്രീയം. ആ പ്രായോഗിക രാഷ്ട്രീയത്തിലേക്കാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. ഒരു സംശയവുമില്ല. കായികമില്ലത്തിനെ കുറിച്ച് ഞാൻ പഠിച്ച സമയത്ത് എൻ്റെ മനസ്സിലൂടെ ഒരു കാര്യമുണ്ട്. മദിരാശി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കറാച്ചിയിലെ സമ്മേളനത്തിന് പോകുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട CD സാഹിബ് അദ്ദേഹം കാത്തു നിൽക്കുകയാണ് കായികമില്ലത്തിന്. അറിയോ നിങ്ങൾക്ക്, ആ കായികമില്ലത്തിനെ കാണാതെ, കാരണം പ്രമാണിമാരൊക്കെ കോട് വിട്ടൊഴിഞ്ഞപ്പോഴും അതിലൊരാളായി കായികമില്ലത്ത് മാറുമോ എന്ന ആശങ്ക CD സാഹിബിന്റെ മനസ്സിൽ ഉടലെടുത്തപ്പോഴും കിതച്ചു കൊണ്ടുവരുന്ന CD സാഹിബ് അദ്ദേഹം കെട്ടിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്. ഭാര്യ ഒരപകടത്തിൽപ്പെട്ടുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ മറ്റൊരാളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അറിയോ നിങ്ങൾക്ക്, അവിടെ വെച്ച് CD സാഹിബിനെ കെട്ടിപ്പിടിച്ച് വാരി പുറന്നുകൊണ്ട് ഒഴുകിയ കണ്ണുനീരിന്റെ കഥയിൽ നിന്ന് തുടങ്ങണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആ പ്രയാണത്തിന്റെ കഥ. ആ പ്രയാണത്തിന്റെ കഥ എന്ന് പറയുന്ന സമയത്ത് വർഷങ്ങളായി കൊണ്ട് പതിറ്റാണ്ടുകളായി സ്വാതന്ത്ര്യം എന്ന സ്വപ്നം കണ്ടുകൊണ്ട് പോരാടിക്കൊണ്ടിരുന്ന ഒരു ജനതയുടെ മനസ്സിലേക്ക് സ്വാതന്ത്ര്യം എന്ന ആ ഒരു മധു വന്ന സമയത്ത് അത് നുകർന്നും പകർന്നും ആസ്വദിച്ചും അതിന്റെ കൊതി തീരും മുമ്പേ വിഭജനം എന്ന ആ ഒരു വലിയ ഇടിത്തി പോലെയുള്ള വാർത്ത ഈ പറയുന്ന ജനാധിപത്യ മനസ്സുകളിലേക്ക് വരികയാണ്. ആ സമയത്ത് കൈവിട്ടു പോകുമാറുന്ന, തകർന്നടിഞ്ഞു പോകുമാറുന്ന ഒരു സമുദായത്തെ, ഒരു സമൂഹത്തെ കൈപിടിച്ചുയർത്തിയ ആ മഹാമനുഷ്യൻ, ദ ലീഡർ ഓഫ് ദ നേഷൻ എന്ന് ഇന്ത്യ രാജ്യം വിളിച്ച എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളൊക്കെ വർഷങ്ങളായി, കാലങ്ങളായി സ്നേഹവായ്പോടുകൂടി, അഭിമാനത്തോടുകൂടി, സ്വത്വബോധത്തോടുകൂടി നിങ്ങളൊക്കെ വിളിച്ച കായികമില്ലെന്ന ആ മഹാമനീഷിയുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പാതയാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അങ്ങനെ തുടങ്ങി CD സാഹിബിനെ കുറിച്ച് പറയാൻ ഏറെ വാക്കുകളുണ്ട്. മാപ്പിള കലാപത്തിന് ശേഷം മാപ്പിള നവോത്ഥാനത്തിന്റെ നായകനെന്ന് കേരളക്കര വിശേഷിപ്പിച്ച ആ മഹാമനുഷ്യൻ തന്റെ ജീവിതത്തിലുടനീളം ഖദർ മാത്രം ധരിച്ചുകൊണ്ട് തന്റെ ദേശസ്നേഹം ഊട്ടിയുറപ്പിച്ച മഹാനായ CD സാഹിബിന്റെ പദവിയിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇല്ലേ,
അക്ഷരലോകം എന്തെന്നറിയാത്ത ഇരുട്ടിൽ തപ്പി നടന്നിരുന്ന ഒരു സമുദായത്തെ അക്ഷരലോകത്തേക്ക് പിടിച്ചുയർത്തിയ ഇല്ലേ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കവാടങ്ങൾക്കും ചുമരുകൾക്കും എന്തിനധികം അവിടുത്തെ മരങ്ങൾക്കും മണ്ണിനും കാറ്റിനും അദ്ദേഹത്തിന്റെ മണമാണ്, അദ്ദേഹത്തിന്റെ നിറമാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്ര നന്മയ്ക്കാണെന്ന ഉദാത്തമായ ആ ഒരു ആശയം നെഞ്ചിലേറ്റിയതിന്റെ പേരിൽ 11 വർഷത്തിലധികം ഈ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന 50ഓളം ദിവസം ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പദം അലങ്കരിച്ച ഒരു മനുഷ്യൻ തന്റെ ഔദ്യോഗിക വസതിയിൽ നിന്നും രാജിവെച്ചതിന് ശേഷം കോഴിക്കോട്ടെ അത്തോളിയിലേക്കുള്ള തന്റെ വീട്ടിലേക്ക് യാത്ര ചെയ്യാൻ തന്റെ പോക്കറ്റിൽ ചില്ലിക്കാശില്ലാതിരുന്ന ആ മഹാരഥനുണ്ടല്ലോ, ആ മഹാരഥന്റെ പാതയല്ലാതെ ഈ സമുദായത്തിന്റെ ബാല്യവും യുവത്വവും കൗമാരവും മറ്റെവിടേക്കാണ് ചലിക്കേണ്ടതെന്ന ചിന്ത തന്നെയാണ് എന്നെയും ഈ പാതയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ സ്നേഹത്തോടെ വിളിക്കുന്ന PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, സ്നേഹത്തോടെ കുഞ്ഞാപ്പ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തെ കുറിച്ച് ഞാൻ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഓരോ രാഷ്ട്രീയ നീക്കങ്ങളെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്. The backbone of Indian Union Muslim League in Kerala politics എന്ന The Outlook മാസിക വിശേഷിപ്പിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കേരള രാഷ്ട്രീയത്തിലെ നട്ടെല്ലെന്ന് വിശേഷിപ്പിച്ചത് ഔട്ട്ലുക്ക് മാസികയാണ്. അതോടൊപ്പം അദ്ദേഹത്തെ കുറിച്ച് വിശേഷിപ്പിച്ച മറ്റൊരു വാക്ക് കൂടി ഞാൻ അണ്ടർലൈനിട്ട് പറയാൻ ആഗ്രഹിക്കുന്നതാണ്. The vast experienced person in political strategic moves. അതായത് രാഷ്ട്രീയത്തിൽ എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലൊക്കെ ബുദ്ധിമുട്ടുകൾ വരുന്ന ഒരു സമയത്ത് തന്ത്രപരമായ നീക്കങ്ങൾ നടത്താൻ ഏറ്റവും കഴിവുറ്റ മനുഷ്യനെന്ന് കേരള രാഷ്ട്രീയം വിലയിരുത്തിയ, കേരള രാഷ്ട്രീയത്തിന്റെ സെന്റർ ഫോർവേഡായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജീസ് ആണ് എന്നെ ഈ പാർട്ടിയിലേക്ക് ആകർഷിച്ചത്. മതസൗഹാർദ്ദത്തിനും ജനമതങ്ങൾക്കിടയിലുള്ള സ്നേഹത്തിനും ബന്ധങ്ങൾക്കും വില കൽപ്പിച്ചുകൊണ്ട് 3 പതിറ്റാണ്ടിലേറെ ഈ സമുദായത്തെ കൈപിടിച്ച് നടത്തിയ ഒരു മഹാരഥനുണ്ട്, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ആ സയ്യിദിന്റെ പാതയല്ലാതെ മറ്റേതൊരു പാതയാണ് ഈ സമുദായത്തിന്റെ ബാല്യവും ഈ സമുദായത്തിന്റെ യുവത്വവും ഈ സമുദായത്തിന്റെ ഈ വാർദ്ധക്യവും നെഞ്ചിലേറ്റെടുക്കുന്ന ചോദ്യം തന്നെയാണ് ഈ പാർട്ടിയിലേക്ക് എന്നെ കടന്നു വരാൻ സഹായിച്ചത്. KMCCയെ കുറിച്ചും ഞാൻ പഠിച്ചിട്ടുണ്ട്. കാരണം ഇന്ന് ലോകത്ത് കരട് വറ്റാത്ത ഒരു കൂട്ടം മനുഷ്യർ നാടിന്റെ ഹരിതാപമായ സുഖസൗകര്യങ്ങൾ മുഴുവൻ ഉപേക്ഷിച്ചുകൊണ്ട് മണലാരണ്യത്തിന്റെ കാറ്റിനെയും കോളിനെയും ചൂടിനെയും അതിശൈത്യത്തെയും പകഞ്ഞു മാറ്റിക്കൊണ്ട് ആയിരക്കണക്കിന് നിലാവുകൾക്ക് വേണ്ടിയുള്ള അവരുടെ വിയർപ്പിനെ അശരണർക്കുള്ള ആശ്രയമാക്കി മാറ്റിയ ആ KMCC സുഹൃത്തുക്കളുടെ പാതയിലേക്കാണ് ഞാൻ ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ പാർട്ടിയുടെ സംസ്ഥാന അമരക്കാരൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ രാജ്യത്ത് മതങ്ങളുടെയും വർഗങ്ങളുടെയും വർണ്ണങ്ങളുടെ പേരിൽ കൊലകളും കൊലപാതകങ്ങളും നടക്കുന്ന ഒരു രാജ്യത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നമ്മുടെ ഇന്ത്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, നാനാർത്ഥത്തിലും ഏകത്വം എന്ന ആശയം നെഞ്ചിലേറ്റിയ ഒരു സമൂഹമാണ്. ആ നാനാർത്ഥത്തിൽ ഏകത്വം എന്ന ആശയത്തോട് പാർട്ടിയുടെ പിറവിക്ക് തൊട്ടേ 100% നീതി പുലർത്താൻ കഴിഞ്ഞ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അതിന്റെ അമരത്തിരിക്കുന്ന സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അറിയോ നിങ്ങൾക്ക്, ഈ രാജ്യത്ത് നടക്കുന്ന മതവർഗീയ സ്പർദ്ധകൾക്കൊക്കെ അതിനപ്പുറം മതങ്ങളുടെ ആശയങ്ങളുടെ പേരിൽ ആരോഗ്യപരമല്ലാത്ത തർക്കങ്ങളും വിതർക്കങ്ങളും നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു മനുഷ്യന്റെ ജാതിയോ മതമോ വർണ്ണമോ അവന്റെ രാഷ്ട്രീയമോ നോക്കാതെ അവരിലേക്ക് ചേർന്ന് നിൽക്കാനും തന്നിലേക്ക് വരുന്നവരെ ചേർത്ത് നിർത്തി ആശ്ലേഷിക്കാനും ഇന്ന് കേരളക്കരയിൽ ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യനാണ് ഇന്ന് കൊട്ടപ്പനക്കൽ തറവാട്ടിന്റെ കാരണവർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഇന്നത്തെ അമരക്കാരൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹത്തിന്റെ പാതയിലേക്കാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. കാരണം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ മഹാരഥന്മാരായ കായികമില്ലത്ത് തുടങ്ങി ഇങ്ങ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വരെ കാണിച്ച ഒരു ഉദാത്തമായ പാതയുണ്ട്. ആ പാത എന്ന് പറയുന്നത് അക്രമത്തിന്റെ പാതയല്ല കേട്ടോ. ആ പാത എന്ന് പറയുന്നത് ഹിംസയുടെ പാതയല്ല. ആ പാത എന്ന് പറയുന്നത് വെറുപ്പിന്റെയോ വിദ്വേഷത്തിന്റെയോ പാതയല്ല, മറിച്ച് അത് ജനാധിപത്യത്തിന്റെ പാതയാണ്. അത് മതേതരത്വത്തിന്റെ പാതയാണ്. അത് മതസൗഹാർദ്ദത്തിന്റെ പാതയാണ്. അത് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പാതയാണ്. അത് ആശ്ലേഷണങ്ങളുടെയും ചുംബനങ്ങളുടെയും പാതയാണ്. സ്നേഹത്തിന്റെയും ക്ഷമയുടെയും സംവേദനക്ഷമതയും
മലയാളിയുടെയും പാതയാണ്. ആ പാതയായിരിക്കണം കേട്ടോ തുടർന്നുള്ള നാളുകളിൽ എന്റെയും നിങ്ങളുടെയും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സാന്ദർഭികമായ ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ലീഗിന്റെ രാഷ്ട്രീയം ആദർശ രാഷ്ട്രീയം എന്ന് പറയുന്ന സമയത്ത് ഒഴിവ് കിട്ടുമ്പോൾ പ്രവർത്തിക്കേണ്ട ഒന്നല്ല ലീഗിന്റെ ആദർശ രാഷ്ട്രീയം. മറിച്ച് എന്റെ മുന്നിലിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നതിന് വേണ്ടി പെടാപ്പാടുപെടുന്നവരാണെന്ന ഉത്തമ ബോധ്യമുണ്ട്. പക്ഷേ ആ കൂട്ടിമുട്ടിക്കുന്ന തത്രപ്പാടിനിടയിലും ആദർശ രാഷ്ട്രീയം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ന് കടന്നു വന്ന ഞാനും വർഷങ്ങളായിക്കൊണ്ട് ഇതിനു വേണ്ടി കൊടിപിടിച്ച നിങ്ങളും തയ്യാറാവണമെന്ന് അവസാനമായി സൂചിപ്പിക്കുകയാണ്. ആത്മവിശുദ്ധിയുടെ നാളുകളാണ് നമ്മെ കാത്തിരിക്കുന്നത്. പ്രവർത്തിച്ചാൽ 10 മടങ്ങ് പ്രതിഫലം ലഭിക്കുന്ന നാളുകളെയാണ് നമ്മെ കാത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന നാളുകളാണ് നമ്മെ കാത്തിരിക്കുന്നത്. ഈ പറയുന്ന നന്മയുടെ രാഷ്ട്രീയം കൈമുതലാക്കിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ നന്മയ്ക്കായി, ഈ രാജ്യത്തെ ജീവിക്കുന്ന കോടിക്കണക്കിന് പൗരന്മാരുടെ നന്മയ്ക്കായി, അവരുടെ സന്തോഷത്തിനായി വരും നാളുകളിൽ നമുക്ക് പ്രയത്നിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ചേർത്ത് നിർത്തിയ മുഴുവൻ ഹരിത പോരാളികൾക്കും 1000 ഹരിത വിപ്ലവാദികളും നേരിടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംഹരിക്കുന്നു. നിങ്ങൾക്ക്